രതീഷ് പോയപ്പോഴേക്കും ബിഗ് ബോസ് ഹൗസിലോ ഇടിയൊക്കെ കുറഞ്ഞ് പ്രശ്നമൊക്കെ കുറഞ്ഞതൊക്കെ വിചാരിച്ചെങ്കിലും നെവർ എവർ നമ്മുടെ രതീഷ് ചേട്ടൻ്റെ സ്വന്തം ചങ്കായ ജിൻഡു ചേട്ടനകത്തുണ്ടല്ലോ, ആളുണ്ട് എല്ലാത്തിനും കുറവുകളിൽ നികത്താനായിട്ട്. 12:35 ഒരു ടീം കൊണ്ടുവന്നു, നിങ്ങൾക്ക് ഒരു ജോലി തന്നിട്ടുണ്ട്. അതിൽ ജിൻഡോ ചേട്ടൻ എന്താണ് ആ ടീമിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞാൻ കഴിയാവുന്ന രീതിയിൽ പാത്രം കഴിയുന്നുണ്ട്. ഇതാണ് നമ്മൾ മാക്സിമം ഹെബ്രയിലിന്റെ കൂടെ ഞാൻ ഗബ്രിയലിന്റെ കൂടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ ജോലി ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ എന്റെ ഭാഗം നോക്കുന്നില്ല എന്നല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നാണ് കളിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറയണേ ഗബ്രി താരമെത്തി തുടങ്ങിക്കോളൂ. എന്റെ പേരെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാൻ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. അവിടെ നിന്ന് ഞാൻ നല്ല അന്തസ്സായിട്ട് സംസാരിക്കുകയും ചെയ്യും. എന്റെ പേര് ചേട്ടന്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് എനിക്ക് ഒരു മടിയില്ല. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും. അതുകൊള്ള ടൈം കൊടുക്കൂ, ടൈം കൊടുക്കൂ. അല്ലെങ്കിൽ പാത്രം കഴിയുന്നതോ വെച്ചിട്ടല്ല, തലയ്ക്കകത്ത് തലയ്ക്കകത്തുള്ളതുകൊണ്ടാണ് ഇവിടെ ഞങ്ങള് മെജോറിറ്റി ചൂസ് ചെയ്യും. ജാസ്മിന്റെ ഞങ്ങള് ഈ ടീമിനകത്ത് സീറോ ബിഗ് സീറോ. അയ്യോ പാത്രം അടിച്ച എന്ത് പറയാനാ. ഇപ്പൊ ജിൻഡിന് എന്തെങ്കിലും സൃഷ്ടിക്കുമെന്ന് തീരുമാനിച്ചിറങ്ങിയേക്കാം. രതീഷിനോട്ടിന്റെ പ്രതിഷേധമൊന്നും ജിൻഡു ഇങ്ങനെ ഇനി മറ്റൊരു രതീഷ് അങ്ങനെ ജിൻഡു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ ഗൈസ്?